മോളെ ഇതാ ചന്ദ്രൻ നായരുടെ വീട്. വാ അകത്തോട്ട് കയറാം. തനിക്ക് നാണം ഉണ്ടോടോ? പണിക്കാരനായിട്ടുള്ള താൻ മേളിൽ കയറിയിരിക്കുന്നു. എടാ മോനെ, നീ എന്തിനാണ് താഴെ ഇരിക്കുന്നത്? അച്ഛനെന്തേ? ചന്ദ്രൻ നായരെന്തേ? ഞാൻ നിങ്ങളുടെ അച്ഛനെന്ന് കേട്ടാ, ചന്ദ്രൻ നായർ. മിസ്റ്റർ ചന്ദ്രൻ നായർ. പ്രമോദ് മോളുണ്ടല്ലോ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. മിസ്റ്റർ ചന്ദ്രൻ നായർ, എന്താണ് ഈ കാണുന്നത്? ചന്ദ്രൻ നായർ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പ്രമോദ് എന്തു പറ്റിയടാ? ഓ, നിങ്ങൾ അകത്തോട്ട് കയറി, ഞാൻ പറയാം. ബാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ ഒരു പ്രത്യേക സ്വഭാവക്കാരാണെന്ന്. നൗ ഇറ്റ്സ് എ ടൈം ടു റിവീൽ ഇറ്റ്. എടാ മോനെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അച്ഛാ? അച്ഛാ, ഞാൻ കടയിൽ വരെ പോയിട്ട് വരാം. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു. പ്രമോദ്, മോനെ പോയിട്ട് വാ. ശരി അച്ഛാ. അവൻ ജനിച്ച അന്ന് മുതൽ ഒരു പഴഞ്ചനാ. പഴഞ്ചൻ എന്ന് പറഞ്ഞാലേ അത് കുറഞ്ഞു പോകും. നല്ലൊരു ചെരുപ്പിടത്തില്ല, നല്ലൊരു തുണി ഇടത്തില്ല. എന്തിനേറെ പറയുന്നു, ആഹാരം പോലും കഞ്ഞി മതി. ഇപ്പൊ പോയേക്കുന്ന എവിടാന്നറിയോ? തട്ടുകടയിൽ ചായ കുടിക്കാൻ വേണ്ടി. അവന്റെ അച്ഛനെ $1 ബില്യൺ ബിസിനസ് ഉള്ളതാ. അപ്പൊ സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെയാ? പണ്ട് തൊട്ടേ അവന് ഗവൺമെന്റ് സ്കൂളിൽ പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ഞാനങ്ങ് സഹായിച്ചു കൊടുത്തു. ഇവിടുന്ന് നല്ല ഫുഡ് കൊടുത്തു വിടും. അത് കൂട്ടുകാർക്ക് കൊടുത്തിട്ട് സ്കൂളിലെ കഞ്ഞിയാണ് കുടിക്കുന്നത്. അതാ അവന് ഇഷ്ടം. അപ്പൊ കോളേജോ? അവന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം മതി എന്നായിരുന്നു താല്പര്യം. എത്രാം ക്ലാസ് വരെ? അടിപൊളി. എന്നിട്ട് ആടിച്ചുറ്റിലാണ് മെയിൻ ഉദ്ദേശം. പിന്നെ ക്രമാതീതമായി ഈ ഇടയ്ക്കാട്ടി തായ്ലൻഡ് ട്രിപ്പ് ഇച്ചിരി കൂടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച പിടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഓ, നീ അവിടെ അല്ലായിരുന്നു 2 വർഷം? അല്ല, അത് വേറെ ആയിരുന്നു. അതിവിടെ പറയണ്ട കേട്ടോ. പിന്നെ അവന് ഡ്രീം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, എന്താ ഡ്രീം? തൊഴിലുറപ്പിന് പോകണം, എന്നിട്ട് കുടുംബം നോക്കണം, ചെറ്റക്കുള്ളിൽ കിടന്ന് ഉറങ്ങണം. അതൊക്കെ അവന്റെ ആഗ്രഹം. മിസ്റ്റർ ചന്ദ്രൻ നായർ, ചന്ദ്രൻ നായർക്ക് അറിയാമല്ലോ, എന്റെ മോളെ തന്റെ മോന് വേണ്ടി ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാ വന്നത്. അതുകൊണ്ടാ പ്രമോദിനോട് പറഞ്ഞേ മോളെയും കൂടെ കൂട്ടി വരാൻ. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? യാ, ഐ ഗോട്ട് ഇറ്റ്. അച്ഛാ, ഞാൻ വന്നു. ഇനി പശുവിന് ഫുഡ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ ഈ എരുമയുടെ കൂടെ സോറി മോളെ അവിടെ കൊണ്ട് വീടൊക്കെ ഒന്ന് ഫുള്ള് കാണിക്കാൻ. അച്ഛാ, കല്യാണത്തിന് മുന്നേ ഒരു പെണ്ണ് ഈ വീട്ടിൽ കയറി വരുന്നത് ശരിയാണോ? അത് പോരാഞ്ഞിട്ട് ഒരു പെണ്ണ് എന്റെ കൂടെ നിൽക്കുന്നത് ശരിയാണോ? അച്ഛൻ പറ. അത് മോനെ, ഇവന്റെ പേര് വല്ല പ്രണവ് മോഹൻലാൽ എന്നല്ലോ? അല്ല, പ്രവീൺ മോഹൻ. അല്ല, ഫ്രണ്ടായിട്ട് കണ്ടൊന്ന് ഡേറ്റ് ചെയ്യുന്നതിന് എന്തോ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. ഉഷമാമി, ആ നൈറ്റി എടുത്ത് ഇവക്ക് അങ്ങോട്ട് കൊടുത്തേ, അവൾ ഇടട്ടെ. നിനക്കല്ലായിരുന്നു ഇവനെ വേണമെന്നൊരു ഇത് അനുഭവിച്ചോ? ചെല്ലങ്ങോട്ടോ. ബൈ ദ ബൈ, പ്രമോദ് നമ്മുടെ രാമായണം എന്തോ സിനിമയാക്കാൻ പോകുന്നു പറഞ്ഞു കേട്ടു. പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ജെർസനേവി സെറ്റ് ഇട്ടതും യേശുവിന്റെ ഡ്രസ് എല്ലാം കൂടെ തയ്പ്പിച്ചത് 30-40 കോടി ആയിട്ടുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടന്നായിരുന്നേ കൊള്ളായിരുന്നു. നിനക്ക് കിടക്കണമെങ്കിലേ ചായപ്പി പായുണ്ട്, അതെടുത്ത് തറയവല്ലോ കേടാ. അല്ലേ, വേണ്ട, കിടക്കുന്നില്ല. ഈ വീട് ചേട്ടന്റെ പേർക്കായിരിക്കും ഇല്ലയോ? അല്ല, ഞാനിവിടെ പഠിക്കുന്ന ജോലിക്കാരന്റെ പേരിലൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ഈ റൂമോ? ഇത് ഇവിടുത്തെ സീനിയർ പണിക്കാരൻ ചേട്ടന്റെ. അപ്പൊ ആ റൂമോ? അതിവിടെ പട്ടിയെ നോക്കാൻ വന്ന ചേട്ടന്റെ. അപ്പൊ ചേട്ടന്റെ റൂമില്ലേ? ഞാനവിടെ ചായപ്പി പശുവിന്റെ കൂടെ ജോലിയായിട്ടും കിടക്കില്ലയോ? അയ്യേ, ചായപ്പിലോ? ഇനി കല്യാണം കഴിയുമ്പോ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചായപ്പി കിടക്കാം. മിക്കവാറും എന്റെ ജീവിതം പശു നക്കും. ആ മിഷ്കിൻ കാരണം നമുക്ക് 400 കോടി ഈ മാസം നഷ്ടം വന്നേ. 10 വർഷമായിട്ട് നമ്മുടെ ബിസിനസിന് തലവേദനയായിട്ട് ഇങ്ങനെ ഒരാളില്ല. ഇവനെ പിടിക്കാൻ വേണ്ടി ഞാൻ എത്ര രൂപ മുടക്കിയത് എനിക്ക് പോലും അറിയത്തില്ല. പോലീസിന് ഇവനെ കുറിച്ച് ഒരു തുമ്പ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാ ഇവൻ നമ്മുടെ ബിസിനസ് മുടിക്കും. ഏറ്റവും അവസാനം ഞാൻ ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ട്. അതിലാവും മിക്കവാറും വീഴും. കിട്ടിയ ഒരു 5 മിനിറ്റ് ഞങ്ങളോട് സർപ്രൈസ്. എലിയെ പിടിക്കാൻ എലിപ്പെട്ടി വേണം, അപ്പൊ ഈ മലയെ പിടിക്കാനോ മരപ്പെട്ടി വേണം. അതല്ല, അങ്ങ് മുംബൈന്ന് ഞാൻ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. എവിടുന്നാ? റെഡ് സ്ട്രീറ്റിൽ നിന്നാണോ? നോ, നോക്ക്, മുംബൈ പോലീസിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന നമ്മുടെ ഏജന്റ്. ഞാൻ അന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ അവന്റെ ലാബ് ഈ പരിസരത്താ ഉള്ളതെന്ന്. അവനെ തകർക്കണം, അവന്റെ ലാഭം തകർക്കണം. എവിടാ അവൻ? വാ എന്റെ കൂടെ. ഫാർമസ്യൂട്ടിക്കൽസിന്റെ പേരും പറഞ്ഞുള്ള ഡ്രഗ്സ് മാഫിയ. അതാ മിഷ്കിന്റെ റൂം. എടോ, തന്റെ മോൻ
എടാ മോനെ, അപ്പൊ തന്തേ മോനും കൂടെ അറിഞ്ഞോണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. എടാ മോനെ, അപ്പൊ നീ ഇതാണല്ലേ മല കയറാൻ പോണം, ചായ കുടിക്കാൻ പോണം, കറങ്ങാന്നൊക്കെ പറയുന്നേ? തന്റെ മോൻ കാരണം എന്റെ പകുതി ഷെയറാ നഷ്ടപ്പെട്ടത്. തന്തേ മോനെ എനിക്കത് തിരിച്ചെന്നോണം. എടാ താനും നടക്കുന്നു, ശരിയാക്കാം. അപ്പൊ ഇതിനാണല്ലേ നീ എൻ്റെ കയ്യിന്ന് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കൊണ്ട് പോന്നേ? നിന്റെ സാമ്രാജ്യം വളർത്താൻ വേണ്ടി. ഈ കാണുന്നതിന്റെ ഹെഡ് ഓഫീസ് എവിടെ അറിയാവോ? ഇല്ല. തന്റെ വീടിന്റെ പുറയുള്ള ചായ്പ്. അവൾ ആരാന്നറിയാവോ? അവന്റെ പാർട്ട്ണറാ. എന്റെ മോള്. നിങ്ങളുടെ $1 ബില്യൺ ബിസിനസ് ആയിരിക്കും, പക്ഷെ ഞങ്ങളുടെ $1 ട്രില്യൺ ബിസിനസ്സാ. അത് ഈ ലോകം മുഴുവനും. അതെ. എന്തൊക്കെ പറഞ്ഞല്ലോ അവരെ, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയില്ലയോ, നമ്മളെക്കാളും പണക്കാരുമായി. അതൊരാശ്വാസമാണ്. എന്തു സൗണ്ട്? നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ മൊത്തം ടൈമർ വെച്ച് പൊട്ടിക്കണമെന്ന്? ട്രയൽ അടിച്ചാ ബാക്കിയുള്ളതല്ലേ ഇപ്പൊ പൊട്ടി. പെട്ടെന്ന് ഇവിടെ രക്ഷ ഇറങ്ങിക്കോ. ടൈമറോ? ചേട്ടാ, നമ്മുടെ മില്യൺ കണക്കിന് പണം എവിടെ ഇരിക്കുന്നത്? നീ അത് സ്വിസ് ബാങ്കിൽ ഇട്ടില്ലേ? ഇല്ല. അയ്യോ, പൈസ പൈസ നിങ്ങളെ ചേട്ടാ, നമ്മൾ ഇത്രയും കാലത്തെ സമ്പാദ്യം അതെല്ലാം പോയി വാരി ഓടി രക്ഷപ്പെടാം. എങ്ങോട്ടേലും ഓടാൻ പറ്റുന്നില്ല, ചെരുപ്പില്ല.